ഇതിലിപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ സാൻഡിൻ്റെ ഒരു ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു വളരെ ഇതിനെക്കുറിച്ച് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് പലരും ഇതിൻ്റെ ഗ്രേഡിങ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാവണം. ഈ ഫീൽഡിൽ സിവിൽ ഫീൽഡിലോ തന്നെ ഉള്ളവർക്ക്. അപ്പോൾ ഇതിൽ ശരിക്കും കോഡ് ഓഫ് പ്രാക്ടീസ് പറയുന്നത് ബിലോ 2.36 mm തുടങ്ങി 150 മൈക്രോൺസ് വരെയുള്ള പാർട്ടിക്കിൾ സൈസ് ഇതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സൈസ് പാർട്ടിക്കിൾ സൈസ്. അപ്പോൾ ഇതിൽ പല ഡിഫറെൻറ്റ് ഗ്രേഡ്സുകൾ വരും. അപ്പോൾ 2.36 വരും, അതിൻ്റെ താഴെ 1.18 വരും, 600 മൈക്രോൺസ് വരും, 300 മൈക്രോൺസ്. ഇതിനൊക്കെ എത്ര പെർസെൻറ്റേജോളം ഈ ടോട്ടൽ നമ്മൾ എടുക്കുന്ന സാൻഡിൽ ഉണ്ടാവണം? ഇത് വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൻസ് കൂടിയാലോ അല്ലെങ്കിൽ ബിലോ 150 മൈക്രോൺസ് പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് സിൽട്ട് കണ്ടൻറ്റ് ഉണ്ടെങ്കിലോ നമുക്ക് പ്ലാസ്റ്റിങ്ങിന് വരാവുന്ന ക്രാക്കുകൾ അല്ലെങ്കിൽ ഷ്രിങ്കേജ് അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ക്രാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഹൈ വാഷ്ഡ് സാൻഡ് നമുക്ക് വേണ്ടി വരും. ഇത് ഒരിക്കലും നമുക്കൊരു ക്രഷറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല. കാരണം ഇത്രയും രീതിയിൽ ഈ പറഞ്ഞ 150 മൈക്രോൺസിന് താഴെയും അല്ലെങ്കിൽ അബോവ് സൈസ് പാർട്ടിക്കിൾസും ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെയാണ് റെഡിമിക്സ് പ്ലാസ്റ്റിൻ്റെ സാധ്യത അവിടെ വരുന്നത്. മനസ്സിലായി. ഐ മീൻ മച്ച് അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ ആ പറഞ്ഞ പോലെ ഒരു സാധനം വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ആവുന്നത്. കാരണം കോൺട്രാക്ടറിൻ്റെ ഗ്രേഡിങ്ങിനോടുള്ള മനോഭാവത്തിൽ ക്വാളിറ്റി ഡിപ്പെൻഡൻ്റ് അല്ലാണ്ടാവുകയാണ്. നിങ്ങൾ വെള്ളം ഒഴിച്ചോ നിങ്ങൾ തേച്ചോ എന്നുള്ള ഒരു ഇതിലേക്ക് വരുവാണ്.